നമസ്കാരം. അന്തിച്ചർച്ച ആരംഭിക്കുന്നു. സ്നേഹ സന്ദേശയാത്ര BJPയുടെ പുതിയ രാഷ്ട്രീയ ദൗത്യമാണിത്. ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം ചേർക്കാനുള്ള ഈ രാഷ്ട്രീയ ദൗത്യത്തിന് ഇത് രണ്ടാം ഘട്ടമാണ്. സംസ്ഥാനത്തെ ക്രൈസ്തവ വീടുകളിൽ പരമാവധി എത്തി അവരുമായി ബന്ധം സ്ഥാപിക്കുക ഈ ക്രിസ്തുമസ് കാലത്ത് എന്നതാണ് BJPയുടെ ലക്ഷ്യം. നമുക്കറിയാം, പക്ഷേ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിൻ്റെ പശ്ചാത്തല സാഹചര്യങ്ങളും BJP മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു നീക്കത്തിനൊരുങ്ങുന്നത്. ഇത് രണ്ടാം തവണയാണ് ഇത്തരമൊരു സഖ്യത്തിലേക്ക് വരുന്നത്. ക്രൈസ്തവ മത നേതൃത്വങ്ങൾക്ക് മുമ്പ് BJPയോടുണ്ടായിരുന്ന ആ അടുപ്പം ഇപ്പോഴുണ്ടോ? എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം? BJP ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നീക്കം ഫലം കാണുമോ? അന്തിച്ചർച്ച പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എനിക്കൊപ്പം ശ്രീജിത്തുണ്ട്, ഒപ്പം ഡാൻ കുര്യനുമുണ്ട്. ശ്രീജിത്ത്, നമ്മൾ പറഞ്ഞതുപോലെ ഇത് രണ്ടാം ഘട്ടമാണ് BJP ഇത്തരമൊരു ദൗത്യത്തിലേക്ക് വരുന്നത്. ചിലയിടങ്ങളിലൊക്കെ അടുത്തും അകന്നും ഈ ബന്ധം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ രണ്ടാം ഘട്ടത്തിലുള്ള ഈ ദൗത്യം വിജയം കാണുമെന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ? സജിത്ത്, ഒന്നാമത് ഇത് പെട്ടെന്നൊരു ഒരു ഘട്ടം കൊണ്ടോ അല്ലെ രണ്ട് ഘട്ടം കൊണ്ടോ ഇത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു തന്ത്രവുമായി അല്ല BJP ഈ ക്രൈസ്തവ ഭവനങ്ങളിലെ സന്ദർശനം, സ്നേഹ സന്ദർശനം എന്ന പേരിലൊക്കെ നടത്തുന്നത്. അവർക്കതൊരു ദീർഘകാല പദ്ധതിയാണ്. കാരണം കേരളത്തിൽ കേവലം ഇതുവരെ പറഞ്ഞ ഹൈന്ദവ രാഷ്ട്രീയം എന്നുള്ളത് അല്ലെങ്കിൽ വികസനം, ഇതിനപ്പുറത്തേക്ക് കൂടി പോയാൽ മാത്രമേ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാകാൻ കഴിയുകയുള്ളൂ എന്നത് കഴിഞ്ഞ 2-3 വർഷം നമുക്കറിയാം. ഒരു 2014 തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ അമിത്ഷായൊക്കെ പലതവണ എത്തി ക്യാമ്പ്, പല മീറ്റിങ്ങുകൾ ഉൾപ്പെടെ നടത്തി വലിയ ആസൂത്രണം നടത്തിയ തെരഞ്ഞെടുപ്പുകൾ പോലും കണ്ടതാണ്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിലൊന്നും അങ്ങനെ ഒരു വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്, പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ പിന്നീട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം താഴോട്ട് പോകുന്ന സ്ഥിതിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. BJP ഉദ്ദേശിക്കുന്ന ഒരു നേട്ടം ഉണ്ടാകണമെങ്കിൽ കേവലം ഇങ്ങനെയുള്ള ഇപ്പോൾ ചേർന്ന് നിൽക്കുന്ന വോട്ടുകൾ കൂടാതെ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ കൂടി വേണം എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലമായുള്ള രാഷ്ട്രീയത്തിൽ അവർ മുന്നോട്ട് വെക്കുന്നതാണ് ഒരു ക്രൈസ്തവ അനുകൂല നിലപാടുകൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയം കഴിഞ്ഞ ഈസ്റ്ററിനും ഇതിനും പോകുന്നത്. ഈ പെരുന്നാള്, മുസ്ലിം വിഭാഗത്തിന്റെ പെരുന്നാളുകൾക്കൊന്നും പോകാതെ ഒരു ക്രൈസ്തവ വിഭാഗത്തെയും ഹിന്ദു വിഭാഗത്തെയും ഒരുമിച്ച് നിർത്തിയാൽ അതിൽ നിന്ന് കുറച്ച് വോട്ടുകൾ വന്നാൽ വിജയിക്കാമെന്നുള്ള തന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു തുടർച്ചയാണ്, അത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വേണം വിലയിരുത്താൻ എന്നാണ് തോന്നുന്നത്. ശ്രീജിത്ത് വീണ്ടും, അതായത് ശ്രീജിത്ത് നിൽക്കുന്ന കോട്ടയം, ആ കോട്ടയവും മധ്യ തിരുവിതാംകൂറിൻ്റെയും രാഷ്ട്രീയവും അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകതയും നമുക്കറിയാം. ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. ഒരുപക്ഷെ ഈ രണ്ടാം പിണറായി സർക്കാർക്ക് അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരുമായി മാനസികമായ ഒരു അകൽച്ച ഉണ്ടാവുന്ന ക്രൈസ്തവ നേതൃത്വം ഇനി UDFും LDFും അല്ലാതെ മറ്റൊരു ബദൽ, അത് BJP ആവട്ടെ എന്ന ചിന്തയിലേക്ക് വന്നു. അങ്ങനെ സമാനമായി ചിന്തിക്കുന്ന, നമുക്കറിയാം BJPയിലും ക്രൈസ്തവ പേരുകളുള്ള നേതാക്കളുടെ എണ്ണമൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു ദൗത്യം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് മണിപ്പൂർ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചില പ്രതിസന്ധികൾ ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ ഈ BJP ലക്ഷ്യമിടുന്ന ക്രൈസ്തവ വിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആ രാഷ്ട്രീയ നീക്കത്തിന് മങ്ങലേറ്റു എന്ന ചർച്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ പുതിയൊരു നീക്കം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുകയും ചെയ്തത്. എൻ്റെ ചോദ്യം, ഈ യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ BJP ഒരു ബദലാണ്, ഞങ്ങൾക്ക് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സംവിധാനമല്ല എന്ന ചിന്തയിൽ തന്നെ ഒരു പ്രബല വിഭാഗം ഉണ്ടാവുമോ? ഒരുപക്ഷെ മത നേതൃത്വമൊക്കെ ആ ലൈനിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? സജിത്ത്, ചെറിയ തരത്തിലെങ്കിലും മാറ്റമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം കാസ പോലുള്ള സംഘടനകൾ, അതേതാണ്ട് സംഘപരിവാർ നിലപാടുകൾ പറയുന്ന സംഘടനകൾ തന്നെ കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്ന വിഭാഗങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല ബിഷപ്പുമാരും മെത്രാന്മാരും, അത് ഒരുപക്ഷെ കേന്ദ്ര ഭരണമൊക്കെ അങ്ങനെ നിൽക്കുന്നത് കൊണ്ടുകൂടി പറയുന്നതായിരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കോട്ടയത്തൊക്കെ പല ക്രൈസ്തവ വൈദികരെയും ഒക്കെ കാണാൻ പോയ BJP നേതാക്കളുടെ വീഡിയോ ക്ലിപ്പുകൾ പരിശോധിക്കുന്ന സമയത്ത് അവരോട് വളരെ ഊഷ്മളമായി അവരെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു അകറ്റി നിർത്തേണ്ടവരല്ല. അതായത് കേരളത്തിൽ ഈ കോൺഗ്രസ് എന്നുള്ള ഒരു ഓപ്ഷൻ കഴിഞ്ഞാൽ ഒരു ഇടതുപക്ഷവുമായി കുറച്ച് അകന്ന് നിൽക്കുകയാണ് കേരളത്തിലെ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ളവർ. ഇന്നിപ്പോ അതിജീവന യാത്ര സമാപിച്ചതേ ഉള്ളൂ.
ഈ കർഷകരുടെ പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ തന്നെയായിരുന്നു ഏതാണ്ട് ആ യാത്ര എന്ന് തന്നെ പറയേണ്ടി വരും. കേന്ദ്രത്തെ അങ്ങനെ കാര്യമായി ഒന്നും പറയുന്നില്ല. സംസ്ഥാനത്തിനെതിരെ അതിശക്തമായ വികാരം അവർക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോഴാണ് BJP ഇങ്ങനെ ഒരു ഓപ്ഷനായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ വലിയ അസ്പൃശ്യത പൂർണ്ണമായും എന്താ പറയുക, അങ്ങനെ നിൽക്കുന്നതിന് കുറച്ചുകൂടി അടുത്ത് വരുന്നുണ്ട് പല നേതാക്കളും. ഇപ്പം നമുക്കറിയാം PC ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, അങ്ങനെ പല ക്രൈസ്തവ വിഭാഗങ്ങളുമായൊക്കെ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ പോലും BJP അനുകൂല നിലപാട് പരസ്യമായി പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷെ അതൊരു ചെറിയ വിഭാഗമാണ്. നമുക്കറിയാം കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിലടക്കം പന്തളം നഗരസഭയിൽ ഉൾപ്പെടെ ഓർത്തഡോക്സ് സഭയും BJPയും ചേർന്ന് നിന്നുകൊണ്ട് 1-2 സീറ്റുകളിൽ മത്സരിക്കുക, ആ സീറ്റ് പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പലയിടത്തും അങ്ങനെ ഒരു മുന്നോട്ട് പോക്കുണ്ടായിട്ടുണ്ട്. ഈ മണ്ഡലം പ്രസിഡന്റുമാരെയൊക്കെ BJP കഴിഞ്ഞ പുനഃസംഘടനയിൽ നിശ്ചയിച്ച സമയത്ത് പലയിടത്തും ക്രൈസ്തവരായിട്ടുള്ള ആളുകളെയും നിയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഏറ്റവും അടിത്തട്ടിലെ ഒരു തുടക്കമാണ്. BJPയിൽ അത്രയും ഇല്ലായിരുന്നു. അപ്പോൾ അതൊരു തുടങ്ങി വെക്കുന്നു. ഒരു ജോർജ് കുര്യനോ അങ്ങനെയുള്ള ചില നേതാക്കൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതൊന്ന് തുടങ്ങി വെക്കുന്നു. പതുക്കെ പതുക്കെ അത് കുറച്ചുകൂടി ശക്തമാക്കിക്കൊണ്ടിരുന്നു. നമുക്കറിയാം ഈ PS ശ്രീധരൻപിള്ളയെ പോലുള്ളവരുടെ ചില ഇടപെടലുകൾ, ഗോവ ഗവർണർ ഈ സഭാ തർക്കത്തിൽ, അതായത് ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിലടക്കം ഇടപെട്ടുകൊണ്ട് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നിരന്തരമായി സമ്പർക്കങ്ങൾ ഉണ്ടാകുന്നു. പല ഓർത്തഡോക്സ് മെത്രാന്മാരും BJP നേതാക്കളുമായി വളരെ അടുപ്പം, കഴിഞ്ഞ വിഷുവിനൊക്കെ നമുക്കറിയാം കോട്ടയത്തെ N ഹരിയുടെ വീട്ടിൽ എത്തിയ മെത്രാപ്പൊലീത്തയുണ്ട്. അങ്ങനെ ഒരു അടുപ്പം പല തട്ടിലും ഉണ്ടായി വരുന്നുണ്ട്. കത്തോലിക്ക സഭയിലെ ചില വിഭാഗങ്ങളെങ്കിലും അങ്ങനെ ഒന്ന് അടുപ്പം കാണിക്കുന്നുണ്ട്. പക്ഷെ അകന്ന് നിൽക്കുന്നവരുമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് BJP ഒരു തുടക്കമിട്ടിരിക്കുന്നു. ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് BJPയുടെ ശ്രമം. അത് വളരെ ചെറിയ തോതിലാണെങ്കിലും അതിൽ ഒരു അടിയൊഴുക്ക് വളരെ ചെറിയ തോതിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. ഡാൻ, ഈ ശ്രീജിത്ത് പറഞ്ഞു നിർത്തിയിടത്തു നിന്നും ഈ BJPക്ക് മുന്നിൽ അവരുടെ കയ്യിൽ കേന്ദ്ര പവറുണ്ട്, കേന്ദ്ര സർക്കാർ എന്ന വലിയ അധികാര കേന്ദ്രമുണ്ട്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാലും BJP തന്നെ അധികാരത്തിൽ വരും എന്ന ഒരു വിലയിരുത്തൽ ഒരു പക്ഷേ ക്രൈസ്തവ നേതൃത്വമൊക്കെ നടത്തിയിട്ടുണ്ടാവാം. അതിനപ്പുറത്തേക്ക് ഡാൻ, ഈ BJPയുമായി അടുപ്പവും സന്ദർശനവും ഒക്കെ ഉള്ളപ്പോഴും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴും BJP ഒരു ചോയ്സായി ക്രൈസ്തവ വോട്ടുകൾ, ക്രൈസ്തവ വിഭാഗം അത് സ്വീകരിച്ചിട്ടുണ്ടോ? ഈ ശ്രീജിത്ത് പറഞ്ഞ ആ കാഴ്ചപ്പാടുകളോട് ഡാൻ എത്ര കണ്ട് യോജിക്കുന്നു? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റാന്നി അടക്കമുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ അത് കൃത്യമായി BJP നേതൃത്വത്തിന് അനുകൂലമായിരുന്നതായിട്ടുള്ള വാർത്തകൾ അന്ന് തന്നെ പുറത്തു വന്ന് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ നടത്തുന്ന ചർച്ചയിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാതലായിട്ടുള്ള കാര്യം ഒരു കൃത്യമായ ഒരു ആക്യുറേറ്റായി പറയുകയാണെങ്കിൽ 5 മണ്ഡലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ 5 മണ്ഡലങ്ങൾ കൃത്യമായി BJP കേരളത്തിൽ നിന്ന് ലക്ഷ്യം വെക്കുന്നുണ്ട്. ആ 5 മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ് തിരുവനന്തപുരം, ഒപ്പം തന്നെ തൃശ്ശൂർ. ഇതിൽ തിരുവനന്തപുരത്ത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് BJP ജില്ലാ നേതൃത്വത്തിൻ്റെ കൃത്യമായ താല്പര്യപ്രകാരം തീരദേശ മേഖലയുടെ ദുരിതങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി തീരദേശ യാത്ര നടത്തിയത്. അതായത് ഡാൻ, ഒരിക്കലും BJPക്ക് പ്രതീക്ഷ വെക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാത്തൊരു മേഖലയാണ് തീരമേഖല. ആ മേഖലയെ അവർ കൃത്യമായി ലക്ഷ്യം വെക്കുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഉദാഹരണമാണ് ഇന്ന് ഇത്രയധികം ദേവാലയങ്ങൾ ഈ നഗരപ്രദേശങ്ങൾ ഉണ്ടായിരുന്നിട്ടും വലിയ തുറയിലെ സെന്റ് ആന്റണീസ് ദേവാലയത്തിലേക്ക് എത്തുന്നുവെന്ന് പറയുമ്പോൾ അത് കൃത്യമായ സന്ദേശമാണ്. കാരണം ഏതാണ്ട് 2000-ഓളം ഇടവകാംഗങ്ങൾ ഉള്ള ഒരു ദേവാലയമാണ് ഈ വലിയ തുറയിലെ സെന്റ് ആന്റണീസ് ദേവാലയം. ആ ദേവാലയത്തിലെ പുരോഹിതനെയാണ് ഷാബാസ് എന്ന വികാരി അച്ഛനെയാണ് ഇന്ന് BJP ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പോയി കണ്ടിരിക്കുന്നത്. അവർ കൃത്യമായി കേവലം ഒരു സന്ദേശയാത്ര അല്ലെങ്കിൽ ഒരു ആശംസ നേരുന്നു എന്നതിനപ്പുറത്തേക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഏത് വിധേനയും കൈപ്പിടിയിൽ ഒതുക്കുക, അതിന് അവർക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന BJP വോട്ടുകൾക്കൊപ്പം ചേർത്ത് നിർത്താൻ പിന്നെയുള്ളത് ക്രൈസ്തവ വോട്ടുകളാണ്. അത് ഏത് വിധേനയും പോക്കറ്റിലാക്കണം. ആ കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ് യാത്ര, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് തീരദേശ മേഖലയിലേക്ക് BJPയുടെ തുടർച്ചയായുള്ള ഇത്തരം സ്നേഹയാത്രകൾ ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നത്. യെസ്, നമുക്കിത് വിശദമായി തന്നെ പരിശോധിക്കാം. ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗത്തിൽ മടങ്ങി വരാം. യെസ്, വീണ്ടും അത് ചർച്ചയിലേക്ക്. ശ്രീജിത്ത്, ഈ BJP സംസ്ഥാനത്ത് ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം ക്രൈസ്തവ സാന്നിധ്യം നിർണായകമാണ്.
അതിൽ ഒന്നാം നമ്പറിൽ തൃശ്ശൂർ മണ്ഡലം. നമുക്കറിയാം തൃശ്ശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ കൂടി ഒപ്പം ചേർത്താൽ വിജയിച്ച് കയറാം എന്നൊരു കണക്ക് ഒരുപക്ഷെ BJP നടത്തിയിട്ടുണ്ടാവും. പ്രധാനമന്ത്രി ജനുവരി മാസത്തിൽ അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ ചില മണ്ഡലങ്ങളെ വളരെ ടാർഗറ്റ് ചെയ്തുള്ളൊരു മൂവ്മെൻറ്റ് BJP ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു പുതിയ ക്യാമ്പയിനുകളും ആളുകളെ ക്രൈസ്തവ വിഭാഗത്തെ അടുപ്പിക്കാനുള്ള നീക്കം കൂടി BJP മുന്നിൽ കാണുന്നത്? സജിത്ത്, മണ്ഡലം ഏതായാലും അവിടെ എക്സ്ട്രാ വോട്ട്, അധിക വോട്ട് ലഭിച്ചാൽ മാത്രമേ ജയിക്കാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം BJP തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ തൃശ്ശൂരാണെങ്കിലും നേരത്തെ ഡാൻ പറഞ്ഞ തിരുവനന്തപുരം ആണെങ്കിലും തൊട്ടിപ്പുറത്ത് ആറ്റിങ്ങലിനെ കുറിച്ച് പോലും അവരങ്ങനെ ചിന്തിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഈ മുതലപ്പൊഴിയൊക്കെ ഇരിക്കുന്ന ഈ അടുത്ത് ബോട്ട് അപകടം, സ്ഥിരമായ അപകടം ഉണ്ടാകുന്ന സ്ഥലമൊക്കെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. അവിടെ തന്നെ കേന്ദ്രമന്ത്രിയെ തന്നെ കൊണ്ടുവരിക, അങ്ങനെ വലിയൊരു ശ്രമം തന്നെ. ഈ ഡാൻ നേരത്തെ പറഞ്ഞത് ഒരു കാര്യമാണ്, ഈ ഒരു ബെൽറ്റാണ്. ഈ ബെൽറ്റിലൊന്ന് അവിടെ ഒരു കൃത്യമായ ഒരു എഞ്ചിനീയറിംഗ് നടത്തി അത് മാറ്റാൻ കഴിഞ്ഞാൽ ആ വോട്ടുകൾ കൃത്യമായി വരും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. നമുക്കറിയാം തൃശ്ശൂർ ആണ് പ്രധാനപ്പെട്ട സ്ഥലമെങ്കിലും സുരേഷ് ഗോപി ഈ അടുത്തും പാലാ ജൂബിലി തിരുനാളിന് വരുന്നു. കൃത്യമായി അവിടെ മാതാവിന് വിളക്ക് കത്തിക്കുന്നു. സുരേഷ് ഗോപി ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ മാതാവിൻ്റെ ഒരു ഭക്തനാണ് എന്നാണ് പറയുന്നത്. അതേപോലെ അരുവിത്തറ പള്ളി, അതായത് ഈരാറ്റുപേട്ടയിലെ അരുവിത്തറ പള്ളി സന്ദർശനം. കോട്ടയത്തല്ല അദ്ദേഹം മത്സരിക്കുന്നതെങ്കിൽ പോലും ഇതിൻ്റെ എല്ലാം വാർത്തകൾ വളരെ പ്രചരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അതായത് ക്രൈസ്തവ വിഭാഗത്തോട് എത്രത്തോളം അടുത്ത് നിൽക്കുന്ന ആളാണ് താനെന്ന് ഈ തൃശ്ശൂരിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടുകൂടി ഞാൻ പറയുകയാണ്. സുരേഷ് ഗോപി അത് കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ തന്നെയാണ്, റിയലി അങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിനോടൊപ്പമുള്ളവരൊക്കെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ പത്തനംതിട്ടയുടെ കാര്യം എടുത്ത് പരിശോധിക്കേണ്ടതല്ലേ, PC ജോർജിനെ അവർ പരിശോധിക്കുന്നതിൻ്റെ ഒരു കാര്യം അങ്ങനെയാണ്. ഈ മാണി സി കാപ്പനെ അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലും വരുന്നുണ്ട്. അതായത് അത് ഒരു ഘട്ടത്തിൽ നേരത്തെ തൊട്ടേ ചർച്ചയിൽ ഇങ്ങനെ സംസാരങ്ങളിൽ വരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ക്രൈസ്തവ മുഖങ്ങൾ, പ്രധാനപ്പെട്ട നേതാക്കൾ, അതിനിടയിൽ സ്വാധീനമുള്ളവർ ഉണ്ടാകണമെന്നുള്ളത്. ഈ ജോണി നെല്ലൂരിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് മാറി തന്നെ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോയത് പോലും ഇങ്ങനെയുള്ള ഒരു വോട്ട് ബാങ്കാണ്. അത് പിടിച്ചു പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. BJPയെ സംബന്ധിച്ചും സംഘപരിവാറിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് ഗൃഹസമ്പർക്കം എന്നുള്ള ഒരു കാര്യം. അതാണ് അവർ ഈ ഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് സംസാരിച്ച് ഈ പറയുന്നത് പോലെ ഭീകരന്മാരല്ല ഞങ്ങളെന്ന് ബോധ്യപ്പെടുത്തിയെങ്കിലും വോട്ട് നേടാനുള്ള ശ്രമമാണ് കാട്ടുന്നത്. ഡാൻ, ശ്രീജിത്ത് പറഞ്ഞിടത്തു നിന്നും, അതായത് ഈ മണിപ്പൂർ എന്ന BJPയും ക്രൈസ്തവ വിഭാഗവുമായുള്ള അടുപ്പം അതിങ്ങനെ കൂടി വരുന്നതിനിടയിലാണ് മണിപ്പൂർ സംഭവങ്ങൾ ഉണ്ടാവുകയും വലിയ തരത്തിൽ ഇപ്പോൾ തലശ്ശേരി ബിഷപ്പൊക്കെ BJP അനുകൂല പ്രസ്താവന നടത്തിയെങ്കിൽ അതുപോലും തിരുത്തി പറഞ്ഞ് കടുത്ത നിലപാടൊക്കെ സ്വീകരിക്കേണ്ട സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ മണിപ്പൂർ സംഭവത്തിനൊക്കെ ശേഷവും BJPയോട് അത്ര ശക്തമായൊരു ആഭിമുഖ്യം ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമാകുന്നുണ്ടോ? അങ്ങനെ ഡാനും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? സഹിത ഇന്ന് കേരള കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കാസർഗോഡ് നിന്ന് തുടങ്ങിയ ഒരു യാത്ര അത് ഇന്ന് തലസ്ഥാനത്ത് സമാപിക്കുകയുണ്ടായി. അതിൽ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അദ്ദേഹം സർക്കാരിനെതിരെയും നവകേരള സദസ്സിനെതിരെയും അതിരൂക്ഷമായ വിമർശനം നടത്തി. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, അത് കൃത്യമായി അദ്ദേഹം എഴുതി തയ്യാറാക്കി വന്ന പ്രസംഗമാണ്. അവിടെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ക്രൈസ്തവർ അരക്ഷിതരാണ്, അരക്ഷിതത്വ ബോധം തോന്നുന്ന നിലയിലാണെന്നാണ്. ആ സന്ദേശം അത് കൃത്യമായ തങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അത് സർക്കാരിനെ കൊണ്ട് അതിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തങ്ങൾക്ക് മറ്റ് പോംവഴികൾ തേടിയേ കഴിയുകയുള്ളൂ. അത് വ്യക്തമാക്കിയതിനൊപ്പം കർഷകരുടെ മനസ്സറിയുന്ന, അവരുടെ ദുരിതം അറിയുന്ന, അവരുടെ വേദന അറിയുന്ന ആളാകണം ഇനി സഭയിൽ, നിയമസഭയിലായാലും പാർലമെന്റിലായാലും ഇനി ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ എന്ന കൃത്യമായ ഒരു സന്ദേശം ജോസഫ് പെരുന്തോട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. അത് തന്നെ പല ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും റമജിയോസ് ഇഞ്ചനാൻഡിലാകട്ടെ അല്ലെങ്കിൽ താമരശ്ശേരി ജോസഫ് പാമ്പളാനിലാകട്ടെ ഇവരൊക്കെ പല ആവർത്തി ഇക്കാര്യങ്ങൾ കുറിക്കൊള്ളുന്ന പോലെ ഇടയ്ക്ക് ഇടപെട്ടുകൊണ്ട് ഈ ക്രൈസ്തവ മതമേല അധ്യക്ഷന്മാരെ കുറിച്ചും മത നേതൃത്വത്തെക്കുറിച്ചും പൊതുവിൽ നേരത്തെ പറഞ്ഞു കേൾക്കുന്ന ഒരു ആക്ഷേപം അധികാര കേന്ദ്രങ്ങളുമായി അടുത്ത് നിൽക്കാൻ അവർക്ക് പ്രത്യേക താല്പര്യമുണ്ട്. അങ്ങനെയൊക്കെ ചില ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറം ഞങ്ങൾക്ക് ഒരു ബദൽ എന്നത് BJP എന്തുകൊണ്ടായിക്കൂടാ എന്ന ചിന്തയിലേക്ക് അവർ പോകുന്നു എന്നാണോ
ഡാൻ സൂചിപ്പിക്കുന്നത്? സ്വാഭാവികമായും നമുക്കറിയാം ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ കീഴിൽ കേരളത്തിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, നിരവധി സ്വകാര്യ ആശുപത്രികളുണ്ട്, അല്ലെങ്കിൽ നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾ, ആതുര സേവന കേന്ദ്രങ്ങൾ ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ അത് കൃത്യമായി വിദേശ സംഭാവനകൾ അടക്കം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തനം നടത്തുന്ന വിവിധ ഈ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് കൃത്യമായി കേന്ദ്ര സർക്കാരിനോട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു അകലം, ആ ഐത്തം അങ്ങ് മാറിത്തുടങ്ങുന്ന പശ്ചാത്തലം, അത് കൃത്യമായി ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ വിദേശത്ത് നിന്ന് സംഭാവനകൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായതിന് പിന്നാലെയാണ് അത്തരം സംഭവങ്ങൾ തുടങ്ങിയത്. അത് ഇപ്പോൾ സഭാ നേതൃത്വങ്ങൾക്ക് അപ്പുറത്തേക്ക് സാധാരണക്കാരായ വിശ്വാസികളെ കൂടി ഒപ്പം ചേർത്ത് നിർത്തുക എന്നൊരു കൃത്യമായ ലക്ഷ്യം, ആ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിന് BJP നേതൃത്വം തുടക്കമിട്ടിരിക്കുന്നു. അത് തന്നെയാണ് നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ ആറ്റിങ്ങൽ ഭാഗത്ത് അല്ലെങ്കിൽ തീരദേശത്തോട് ചേർന്ന മേഖലകളിൽ കേന്ദ്രമന്ത്രിമാരെ വരെ ഇറക്കി അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചോദിച്ച് അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ തലസ്ഥാനത്ത് പലതവണ എത്തുകയും തീരദേശ മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ അത്തരത്തിൽ തീരദേശ യാത്രകൾ നടത്തുകയും ചെയ്യുമ്പോൾ അത് കേവലം ഒരു ജനറലൈസ് ആയിട്ടുള്ള ഒരു പ്രചരണ പരിപാടിയല്ല. അവർ കേരളത്തിൽ ലക്ഷ്യം വെക്കുന്ന ചില മണ്ഡലങ്ങൾ, അതിൽ തിരുവനന്തപുരവും തൃശ്ശൂരും ഉറപ്പായും ഇടം പിടിച്ചിട്ടുണ്ട്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് വലിയതുറയിൽ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ BJP ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്ന സന്ദർശനം. എന്തായാലും ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താൻ പലകുറി BJPയുടെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിലൊന്നും അത് അത്ര കണ്ട് ഏശിയില്ല എന്നതാണ് നമുക്ക് മുന്നിൽ വരുന്ന കണക്കുകൾ. പക്ഷേ അത് മാറ്റി ഇനി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും വിജയിച്ചു കയറാൻ ക്രൈസ്തവ വോട്ടുകളെ ഒപ്പം നിർത്തുക എന്ന തന്ത്രം തന്നെ BJP പയറ്റുന്നു. അത് വിജയം കാണുമോ, അത് ലക്ഷ്യം കാണുമോ, കണ്ടറിയണം. എന്തായാലും അന്തിച്ചർച്ച പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്ക് നിർബന്ധമാക്കിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.